ഇനി നമുക്ക് രാമായണത്തെ ചുരുക്കത്തിൽ കാണാം. ചുരുക്കത്തിൽ രാമായണം മുഴുവൻ ഈ അധ്യാത്മ രാമായണത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സീതാദേവി ഹനുമാന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഏകദേശം ഒരു 60 വരികളുണ്ട്. നമുക്ക് ആ 60 വരികൾ ആദ്യം പാരായണം ചെയ്യാം, അതിനുശേഷം അതിനെ കാണാം. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായെടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരമകം പൊക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൊക്കു 12 സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ. അതു മാതാവ് കൈകേയും മുടക്കി അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പുക്ക കാലത്ത് വിരാധന ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമന്നിയെ രക്ഷോ വംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൽ മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടക ബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത് മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്തശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ. ഇത്രയും വരികള് രാമായണത്തിന്റെ ചുരുക്കമാണ്. എവിടുന്ന്? ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ. അവിടുന്ന് മുതൽ ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ വശത്ത് അക്കമിട്ടിട്ടുണ്ടെങ്കിൽ 220 കഴിഞ്ഞിട്ട് 280 വരെ ഉള്ള വരികൾ അത് രാമായണത്തിന്റെ അധ്യാത്മ രാമായണത്തിനെങ്കിൽ രാമായണത്തിന്റെ ചുരുക്കമാണ്. ഇതില് ഭഗവാൻ അയോധ്യയിൽ വന്ന് ജനിക്കുന്നത് മുതൽ അയോധ്യ ഭരണം നടത്തുന്നത് വരെയുള്ള ആ എല്ലാ കാര്യത്തെയും ചുരുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കാലത്തിലും വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാമായണം ചുരുങ്ങിയ വരികളിലൂടെ നമ്മൾ കാണുണ്ടായി 60 വരികളിലായിട്ട്. ഇനി അതിൻ്റെ ഒരു താല്പര്യത്തെ കാണാം. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ ദിനകര വംശം. ദിനം എന്ന് പറഞ്ഞാൽ പകല്, ദിനകരം എന്ന് പറഞ്ഞാൽ സൂര്യൻ.
ദിനകരവംശം സൂര്യവംശത്തില് അയോധ്യയില് രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നു. സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ രാമനായിട്ട് വന്നു പിറന്നു. ഇതാണ് ആദ്യത്തെ ഭാഗം. ഇനിയോ ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട്, ആമിഷഭോജികൾ എന്ന് പറഞ്ഞാൽ രാക്ഷസർ, ആമിഷം മാംസത്തെ എപ്പോഴും തിന്നുന്ന ആൾക്കാർ ആമിഷഭോജികൾ എന്ന രാക്ഷസരെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. അങ്ങനെ ഭഗവാൻ ജനിച്ച് വളർന്ന് ഒരു കൗമാരപ്രായത്തിയ സമയത്ത് വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്നു. തൻ്റെ യാഗം രക്ഷിക്കാനായിട്ട് രാമലക്ഷ്മണന്മാരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ വിശ്വാമിത്രന്റെ കൂടെ പോണ സമയത്ത് വൃദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു. പോണ വഴിക്ക് ഒരു താടകാവനത്തിൽ പോയ സമയത്ത് താടക എന്ന് പറഞ്ഞ രാക്ഷസി പിടിച്ചു തിന്നാനായിട്ട് പാഞ്ഞു വന്നു. അപ്പോൾ ആ പോണ വഴിക്ക് തന്നെ താടകയെ വധിച്ച് സത്വരം വേഗത്തില് സിദ്ധാശ്രമം പൊക്കു. സിദ്ധാശ്രമം വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. ബദ്ധമോദേന പൊക്കുലി, സന്തോഷത്തോടു കൂടി ചെന്നു. എന്നിട്ടോ യാഗരക്ഷയും ചെയ്തു. അവിടെ അദ്ദേഹം ചെയ്തിരുന്ന യാഗത്തെ, പിതൃക്കൾക്കും ദേവന്മാർക്കുമായിട്ട് യാഗം ചെയ്തിരുന്നു. ആ യാഗത്തെ രക്ഷിച്ചു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും, സിദ്ധസങ്കല്പൻ എന്താണോ സങ്കല്പിക്കുന്നതിനെ നേടിയെടുക്കാൻ കഴിയുന്ന ആള്, അങ്ങനെയുള്ള കൗശികമുനി എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനോട് കൂടിയിട്ട് മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം, ആ യാഗരക്ഷ കഴിഞ്ഞിട്ട് പിന്നീട് അവരെ മിഥിലാപുരിയിലേക്ക് എല്ലാവരും കൂടി 3 പേരും കൂടി പോയി. പോണ സമയത്ത് മൈഥില രാജ്യം എന്ന് പറഞ്ഞാൽ മിഥില എന്നർത്ഥം രാജാവിൻ്റെ ആസ്ഥാനം. അവിടേക്ക് പോകുന്ന സമയത്ത് ഗൗതമ പത്നിയായോരഹല്യ ശാപം തീർത്തു. ഗൗതമന്റെ ഭാര്യയായിട്ടുള്ള അഹല്യയുടെ ശാപത്തെ തീർത്തു. അഹല്യ കല്ലായി കിടക്കുകയായിരുന്നു. ഭഗവാൻ തൃക്കാൽ വെച്ചപ്പോൾ അഹല്യക്ക് മോക്ഷം കിട്ടി. പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരമകം പൊക്കു. ആ അഹല്യയെ ഭഗവാൻ തൊഴുതു, ഭഗവാനെ അഹല്യ തൊഴുതു. ആ അഹല്യയെ അനുഗ്രഹിച്ചിട്ട് ആദരവോട് കൂടിയിട്ട് മിഥിലാപുരമകം പൊക്കു, മിഥിലയിലേക്ക് എത്തി. മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം. അവിടെ വെച്ചിട്ട് മുപ്പുര വൈരി എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ 3 പുരങ്ങളെ, ത്രിപുരങ്ങളെ നശിപ്പിച്ച ആള്. അദ്ദേഹത്തിന്റെ വില്ല് അവിടെ നിന്നു, ത്രയംബകം എന്ന് പറഞ്ഞ വില്ല്. ആ വില്ല് മുറിച്ച് മൽപാണിഗ്രഹം, മൽപാണി എന്ന് പറഞ്ഞാൽ ഇവിടെ സീതാദേവി, എൻ്റെ പാണിഗ്രഹണം. വിവാഹത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വധുവിന്റെ കൈ പിടിച്ച് വരന് കൊടുക്കുക. പാണിഗ്രഹണം ചെയ്തു പോരുന്ന നേരം. അങ്ങനെ വിവാഹം കഴിഞ്ഞ് പോരുന്ന സമയത്ത് മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പുക്കു. മുൽപ്പുക്ക് തടുത്ത, പെട്ടെന്ന് അവിടെ ചാടി പെട്ടതായ മുന്നിൽ വന്ന് തടുത്തായ ആ ഭാർഗവരാമന്റെ, പരശുരാമന്റെ ദർപ്പമടക്കി, അഹങ്കാരത്തെ അടക്കി വമ്പോട്, ആ വലിയ കേമത്തത്തോടു കൂടിയിട്ട് അയോധ്യയും പൊക്കു, അയോധ്യയിലെത്തി. 12 സംവത്സരമിരുന്നു സുഖത്തോടെ. 12 സംവത്സരം 12 വർഷം സുഖത്തോടു കൂടി ഇരുന്നു. അപ്പൊ എന്തുണ്ടായി? താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ. അച്ഛനായിട്ട് ദശരഥൻ ശ്രീരാമന് അഭിഷേകം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അതും മാതാവ് കൈകേയും മുടക്കി. ആ അഭിഷേകത്തെ അമ്മയായിട്ടുള്ള അല്ലെങ്കിൽ ചിറ്റമ്മയായിട്ടുള്ള പേരമ്മയായിട്ടുള്ള കൈകേയി മുടക്കി. അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ, അത് കാരണം ഉണ്ടായി തൻ്റെ സഹോദരനായിട്ടുള്ള, ഇളയ സഹോദരനായ അനിയനായിട്ടുള്ള ലക്ഷ്മണനോടുകൂടി, സുമിത്രാത്മജൻ ലക്ഷ്മണനോട് കൂടിയിട്ട് അവിടുന്ന് പോയി, സീതയോടും കൂടിയിട്ട് പോയി ചിത്രകൂടം പ്രാപിച്ചു വസിച്ചു. ചിത്രകൂടത്തിൽ പോയിട്ട് കഴിഞ്ഞു. അപ്പോൾ സീതാദേവിയും ലക്ഷ്മണനും രാമനും കൂടി ചിത്രകൂടത്തിൽ പോയി. അങ്ങനെ വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം അവിടെ രാമനെ കാണാനായി വന്ന ഭരതനും കൂട്ടുകാരിൽ നിന്നും മനസ്സിലായി അച്ഛൻ മരിച്ചു എന്ന്. അപ്പോൾ ആ കാര്യം കേട്ടപ്പോൾ ചിത്തശോകത്തോടെ ഉദകക്രിയാദികൾ ചെയ്തു. വലിയ സങ്കടത്തോട് കൂടിയിട്ട് ദശരഥന് വേണ്ടതായ ബലിതർപ്പണാദി കാര്യങ്ങളൊക്കെ ചെയ്തു, ഉദകക്രിയ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ഭക്തനായിട്ടുള്ള ഭരതനെ അയോധ്യ പാലിക്കാനായിട്ട് അയച്ചു. ദണ്ഡകാരണ്യം പൊക്ക കാലത്ത് വിരാധനെ ഖണ്ഡിച്ചു. ഇനി അവിടെ ആ ചിത്രകൂടത്തിൽ നിന്നാ വീണ്ടും അയോധ്യയിൽ നിന്ന് ആളുകൾ വരും എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി കൊടുങ്കാട്ടിലേക്ക് പോകണമെന്ന് കരുതി അവിടുന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. ആ ദണ്ഡകാരണ്യത്തിൽ പോകുമ്പോൾ വിരാധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ വന്നു. അവനെ ഖണ്ഡിച്ചു, അവനെ നിഗ്രഹിച്ചു.
കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. കുംഭോത്ഭവൻ കുംഭത്തിൽ നിന്ന് ഉണ്ടായ ആള്, അഗസ്ത്യ മഹർഷി അങ്ങനെ ഉണ്ടായെന്നാണ് ഉത്തരരാമായണത്തിൽ ആ കഥ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു. പണ്ഡിതന്മാരെ അറിവുള്ളതായ മുനിമാരോട് സത്യം ചെയ്തു. ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ട് രക്ഷോ വംശത്തെ രാക്ഷസന്മാരെ മുഴുവൻ ഒടുക്കും. പൊക്കിത് പഞ്ചവടി തത്ര വാണിയിടും കാലം, അതിനു വേണ്ടിയിട്ട് പഞ്ചവടിയിലെത്തി. തത്ര വാണിയിടും കാലം, അവിടെ കഴിയുന്ന കാലത്ത് പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. പുഷ്കരശരൻ കാമദേവൻ, പുഷ്കരം താമര, താമര ശരമായിടം കാമദേവൻ, കാമദേവ പരവശ എന്ന് പറഞ്ഞാൽ കാമപീഡിതയായിട്ട് വന്നാളല്ലോ. വന്നു. ആരാ വന്നത്? രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ, രാക്ഷസന്മാരെ നേതാവ് രാവണൻ, രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ അവിടെ വന്നു. ലക്ഷ്മണൻ അവളുടെ നാധികാഛേദം ചെയ്തു. ആ രാമന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അനുജ്ഞ നേടിയിട്ട് ലക്ഷ്മണൻ ആ രാക്ഷസിയുടെ മുക്കും മുലയൊക്കെ മുറിച്ചു. നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി. ഈ കാര്യം പറഞ്ഞിട്ട് ആ കാട്ടിലെ ജനസ്ഥാനത്ത് വസിക്കുന്ന ആ ശൂർപ്പണഖയുടെ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ തുടങ്ങിയ ആളുകളൊക്കെ 14,000 സൈന്യത്തോടു കൂടി വന്നു. അപ്പോ ഭഗവാൻ അവരെയൊക്കെ പരാജയപ്പെടുത്തി. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14,000 പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ട്. ഭഗവാൻ ഒറ്റയ്ക്ക് ഈ 14,000 രാക്ഷസ സേനയെയും 3.25 നാഴിക എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ സമയം കൊണ്ട് നിഗ്രഹിച്ചു. നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചെന്നാൽ, ശൂർപ്പണഖയ്ക്ക് മനസ്സിലായി ഈ രാമന്റെ അടുത്ത് ഏറ്റുമുട്ടൽ എളുപ്പമല്ലാന്ന്. അപ്പൊ തന്റെ സഹോദരനായ രാവണന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. രാവണന്റെ അടുത്ത് ചെന്നിട്ട് കഥ ഒന്ന് മാറ്റി പറഞ്ഞു. തനിക്ക് ശ്രീരാമനെ വിവാഹം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സംഭവിച്ചതെന്നല്ല പറഞ്ഞത്. ശ്രീരാമന് ലക്ഷ്മണന്റെ അടുത്ത് സീത എന്ന് പറഞ്ഞ സുന്ദരിയായ സ്ത്രീയുണ്ട്, രാവണന് വിവാഹം കഴിക്കാൻ പറ്റിയവളാണ്, അവളെ പിടിച്ചുകൊണ്ടുവരാൻ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ രാവണന്റെ ഉള്ളില് കാമം കോരിയിട്ടു, തീ കോരിയിട്ടു. അപ്പൊ രാവണൻ എന്ത് ചെയ്തു? നേരിട്ട് യുദ്ധത്തിന് പോകുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സൂത്രം പ്രയോഗിക്കാനായി തുടങ്ങി. എന്താ ചെയ്തത്? മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ. രാവണന്റെ ആ നിർദ്ദേശപ്രകാരം മാരീചൻ സ്വർണമാനായിട്ട് വന്നു. ആ മാൻ സീതയുടെ മുമ്പിൽ ചാടിത്തുള്ളി കളിച്ചപ്പോൾ സീത അതിനെ വേണമെന്ന് പറഞ്ഞു. രാമൻ ആ മാനിനെ പിടിക്കാൻ പോയി. പിടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അവസാനം അസ്ത്രം അയച്ചു. ആ അമ്പേറ്റിട്ട് ആ മാരീചൻ രാക്ഷസനായിട്ട്, ആ സ്വർണമാന്റെ രൂപം മാറി രാക്ഷസനായി ചത്തു വീണു. അങ്ങനെ മാരീചന് ഗതി കിട്ടി. സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ. ആ സമയത്ത് എന്തുണ്ടായി? അവിടെ സീത മാത്രമേ ഉണ്ടാകും, ലക്ഷ്മണനും പോയി ചേട്ടനെ സഹായിക്കാനായിട്ടേ. അപ്പോ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം അവിടെ മായാസീതയുണ്ടായിരുന്നു. മായാസീത പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യഥാർത്ഥ സീതയെ മറച്ച് മായാരൂപത്തിലുള്ള സീതയെ അവിടെ വെച്ചിരുന്നു. ആ സീതയെ രാവണൻ പോയി. മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം ആ സീതയും കൊണ്ട് രാവണൻ പോയി. മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. ആ സീതയെ അന്വേഷിച്ചു പോണ സമയത്ത് രാവണനും ലക്ഷ്മണനും ദശരഥ മഹാരാജാവിന്റെ കൂട്ടുകാരനായ ജടായു ചോരയിൽ കുടിച്ച് കിടക്കുന്ന കണ്ടു. ജടായു കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണനാണ് തന്നെ ഇങ്ങനെയാക്കിയത്, സീതാദേവിയെ കൊണ്ട് തെക്കേ ദിക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ ജടായുവിനെ കണ്ടു. ജടായുസ്സിന് മോക്ഷം നൽകി. തന്റെ ഭഗവാന്റെ മടിയിൽ കിടന്ന് മരിച്ചു. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു. രാക്ഷസന്റെ വേഷത്തിൽ വന്ന കബന്ധൻ, തലയില്ലാതെ വന്ന രാക്ഷസനെ കൊന്നു. മോക്ഷവും കൊടുത്തു, അവന് മോക്ഷം കൊടുത്തു. ശബരി തന്നെ കണ്ടു, ശബരിയെ കണ്ടു. മോക്ഷധൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ. മോക്ഷധൻ മോക്ഷം നൽകുന്നവൻ. അങ്ങനെയുള്ള ഭഗവാൻ അവളുടെ പൂജയെ കൈക്കൊണ്ടു. മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതിരം. അവൾക്ക് മോക്ഷത്തെയും കൊടുത്ത് പമ്പാതിരത്തിൽ വന്നു. അത്ര കണ്ടിതു നിന്നെ, പിന്നെ നിന്നോടും കൂടി. ഇവിടെ നിന്നെ എന്ന് പറഞ്ഞാൽ ഹനുമാനെ. അവിടെ വെച്ച് നിന്നെ കണ്ടു. നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. സുഗ്രീവന്റെ അടുത്ത് പോയി. കുരങ്ങന്മാർ രാജാവായ സുഗ്രീവന്റെ അടുത്ത് ചെന്നു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. നമ്മളെപ്പോഴും മിത്രമായിരിക്കുമെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. പുത്രനായ ബാലിയെ വധം ചെയ്തു. അതനുസരിച്ചിട്ട് ബാലി സുഗ്രീവന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിനിടയ്ക്ക് ഭഗവാൻ മറഞ്ഞു നിന്ന് ബാലിയെ അമ്പെയ്ത് വീഴ്ത്തി. എന്നിട്ടോ ആ സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവാക്കി. സുഗ്രീവൻ എന്ത് ചെയ്തു?
ആ സീതാന്വേഷണം ചെയ്യാനായിട്ട് 4 ദിക്കിലേക്കും കുരങ്ങന്മാരെ പറഞ്ഞയച്ചു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം. ആ തെക്കേ ദിക്കിലേക്ക് പോയ കുരങ്ങന്മാരിൽ അംഗദനുണ്ടായിരുന്നു, ജാമ്പവാനുണ്ടായിരുന്നു, ഹനുമാനുണ്ടായിരുന്നു. അവരെല്ലാവരും കൂട്ട തെക്കേ ദിക്കിലേക്ക് അന്വേഷിക്കാൻ പോയത്. അവര് ജടായുവിന്റെ സഹോദരനായ സമ്പാദിയെ കണ്ടുമുട്ടി. സമ്പാദി പറഞ്ഞ അനുസരിച്ചിട്ട് ലങ്കയിൽ സീതാദേവി ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? സീത അന്വേഷണം ചെയ്തു. സീതയെ അന്വേഷിച്ച് ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം. ഹനുമാൻ ആദ്യം പോയി കണ്ടു, സീതയെ കണ്ടു. രാവണന് മുന്നറിയിപ്പ് കൊടുത്തു, തിരിച്ചു വന്നു. വീണ്ടും ശ്രീരാമനും കുരങ്ങന്മാരുടെ സേനയും എല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിന് പോയി. സേതുബന്ധനം ചെയ്തു. ലങ്കാമർദ്ദനം, ലങ്ക തല്ലി തകർത്തു അല്ലെങ്കിൽ ചുട്ടുകരിച്ചു. പിന്നെയോ പിന്നെ ശേഷം പുത്രമിത്ര അമാത്യഭൃത്യാദികളോടും കൂടി, മക്കള്, കൂട്ടുകാര്, മന്ത്രിമാര്, സേവകര് ഇവരോടൊക്കെ കൂടിയിട്ട് യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യന്, യുദ്ധസന്നദ്ധനായിട്ടുള്ള ശത്രുവായിട്ടുള്ള ദശാസ്യന് ശസ്ത്രേണ വധം ചെയ്തു. ശസ്ത്രേണ ഇവിടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് വധിച്ചു എന്നൊക്കെയാണ്. എന്തായാലും ആയുധം കൊണ്ട് വധിച്ചു. രക്ഷിച്ചു ലോകത്രയം, 3 ലോകങ്ങളെയും രക്ഷിച്ചു. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. ഭക്തനായ വിഭീഷണൻ അഭിഷേകം ചെയ്തു. പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ, പിന്നെ ആ അഗ്നിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്ന എന്നെ എന്ത് ചെയ്തു? പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട്, പാവനയാണ്, പരിശുദ്ധയാണ് എന്ന് ലോകത്തെ എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ട് എന്നുണ്ടായി? പാവകനോട് വാങ്ങി, പാവകൻ അഗ്നിദേവൻ, അഗ്നിയോട് വാങ്ങിയിട്ട് പുഷ്പകം കരയേറി, പുഷ്പവിമാനത്തിൽ കയറി ദേവകളോടും അനുവാദം കൊണ്ട്, എല്ലാ ദേവന്മാരുടെയും അനുമതിയോട് കൂടിയിട്ട് ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. അയോധ്യ എന്ന പേരായ രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ, ദേവന്മാരാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. പൂജ്യനായിട്ട് ഇരിക്കുകയാണ് ജഗന്നാഥൻ, രാമൻ എന്ന് പറയാം. ഭഗവാന്റെ രാജ്യാഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 250 ആ വരിയോട് കൂടിയിട്ടാണ് രാമായണത്തെ ചുരുക്കി പറയുന്നത്. ഇപ്പോൾ 220 മുതൽ 80 വരെ 60 വരികളിലായിട്ട് രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളൊന്നും വിട്ടുപോകാതെ കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് തുടക്കം. രാമായണം മുഴുവൻ വായിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഭാഗം എടുത്ത് വായിച്ചാൽ രാമായണം മുഴുവൻ വായിച്ചതിൻ്റെ ഫലമായി. അപ്പം ഇങ്ങനെ രാമായണത്തിൽ തന്നെ പല സ്ഥലത്തായിട്ട് രാമായണം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ നന്നായി ചുരുക്കി പറഞ്ഞ ഒരിടമാണ് ഇവിടെ.